ഈ ട്രംപ് ലോകം മുഴുവൻ ഭരിക്കുകയാണ്. ട്രംപ് വരുമ്പോൾ ലോകത്തിൻ്റെ ഗതി മാറും എന്നാണ് നമ്മൾ വാർത്തയിലൊക്കെ ആദ്യ സമയം മുതൽ തന്നെ ഇടം പിടിച്ചത്. ട്രംപ് ഇടപെടാത്ത ഒരു മേഖലകളുമില്ല. യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, അതുപോലെ സമാധാനം കൊണ്ടുവരിക, അനാവശ്യമായിട്ടുള്ള ഫണ്ട് ചെലവഴിക്കൽ, അനധികൃത കുടിയേറ്റം. ഈ ഫണ്ട് അനധികൃതമായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നത് ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കുകയാണ്. കാരണം ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. അതെ, അതുകൊണ്ട് ആ നീക്കമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അതിലേക്ക് ചില വിവരങ്ങൾ കൂടി പങ്കുവെക്കാം. ഇപ്പം ട്രംപ് പിശുക്കനല്ല, പക്ഷേ അനാവശ്യമായി അങ്ങ് പറഞ്ഞതുപോലെ അനാവശ്യമായി അമേരിക്കയിൽ കിട്ടുന്ന അമേരിക്കൻ പൗരന്മാർ കൊടുക്കുന്ന നികുതി എടുത്ത് അനാവശ്യമായി മറ്റ് രാജ്യങ്ങൾക്ക് അവരെ വളർത്താനും അവരെ പരിപോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന പരിപാടി ഇനിയില്ല. ട്രംപ് അത് വളരെ വ്യക്തമായിട്ട് വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പര്യടന വേളയിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിലും അദ്ദേഹം അത് പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ഫണ്ടുകളെല്ലാം ഞാൻ നിർത്തലാക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്ന സഹായം ഒറ്റയടിക്കങ്ങ് കട്ട് ചെയ്തു, നിർത്തി. അത് വലിയ വാർത്തയായി. ബംഗ്ലാദേശ് മുഴുപട്ടിണിയിലാകും, യൂനസ് തലേ കൈവച്ച് നിലവിളിക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇതാ അന്ന് ഉയർന്നു കേട്ട മറ്റൊരിത്, ഈ ലോകാരോഗ്യ സംഘടനയ്ക്ക് കൊടുക്കുന്ന ഫണ്ടും അമേരിക്ക കൊടുക്കുന്ന ഫണ്ടും നിർത്തലാക്കുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു, അല്ലെങ്കിൽ അതിൽ വലിയ കുറവ് വരുത്തും എന്ന് നമ്മൾ കേട്ടിരുന്നു. അന്ന് അത്തരത്തിലുള്ള പല വാർത്തകളും പല ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ, അമേരിക്കയിലെ മാധ്യമങ്ങൾ പോലും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം വന്നിരിക്കുന്നു. ഈ UN ഹെൽത്ത് പ്രോജക്റ്റുകൾക്ക്, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കീഴിലൊക്കെ വരുന്ന പല ആരോഗ്യ പദ്ധതികളുണ്ട് UN-ൻ്റെ, അതിന് കൊടുക്കുന്ന സഹായം 58 ബില്യൺ US$. എത്ര വലിയ തുകയാണെന്നൊന്ന് ആലോചിച്ച് നോക്കാം. 58 ബില്യൺ. അത് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് തന്നെ അമേരിക്കയുടെ സഹായം കൊണ്ടാണ്. അമേരിക്ക പണം കൊടുത്തില്ലെങ്കിൽ അതില്ല. അപ്പൊ ഇനി അതിപ്പോ പൂട്ടി പോകുമെന്നാണ്. അതെ, ഇപ്പൊ ഏതാണ്ട് അങ്ങനെയാണ്. അത് പൂട്ടി. ഈ 58 ബില്യൺ US$ന്റെ സഹായം നിലച്ചതോടുകൂടി ലോകമെങ്ങുമുള്ള, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ 3-ാം ലോക രാജ്യങ്ങളിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ്. ബാക്കി ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ അവിടുത്തെ ആരോഗ്യ പ്രവർത്തനം നിലച്ചു. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പലയിടങ്ങളിലും ശക്തമായ ഇടപെടലും സ്വാധീനവും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൂടെ സംഭവിച്ചത് അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിനൊരു മറുവശമുണ്ട്. ട്രംപ് ഇത്ര ദുഷ്ടനാണോ എന്ന് ചോദിച്ചാൽ ഈ ദുഷ്ടത്തരം കാണിക്കാതിരിക്കാൻ പറ്റില്ല സർ. അത്രയും വലിയ പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. കാരണം ഈ ഫണ്ട് വാങ്ങിയിട്ട് ഇവിടെ എല്ലാം ഡോക്ടർമാർ തൊട്ട് ഹോസ്പിറ്റൽ അറ്റൻഡർ വരെയുള്ളവർ, അല്ലെങ്കിൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ളവർ ഈ ഫണ്ട് വാങ്ങിയാണ് ശമ്പളം വാങ്ങുന്നത്. ഈ ഫണ്ടിൽ നിന്ന് എടുത്താണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ 3-ാം ലോക രാജ്യങ്ങളൊക്കെ. പക്ഷേ ഇത് വാങ്ങിയെടുത്തിട്ട് അവർ ചെയ്യുന്നത് എന്താ? അമേരിക്കൻ പണം വാങ്ങി UN പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അമേരിക്കയെ ചീത്ത പറയുക, അമേരിക്കയെ കുറ്റപ്പെടുത്തുക, അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ഈ ലെഫ്റ്റ് ലിബറൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഈ പറയുന്ന ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. നമുക്ക് ഇന്ത്യയിലെ സ്ഥിതി നമുക്കറിയാമല്ലോ, ഇവരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് എത്ര വലുതാണെന്ന്. അതുപോലെ തന്നെ ഈ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത്തരക്കാരായ ആൾക്കാർ, ഈ ലെഫ്റ്റ് ലിബറൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അതിൻ്റെ കൂടെ പല എന്താ പറയണ്ടേ, ഈ റിലീജിയസ് ഫണ്ടമെൻ്റൽസ്, മത മൗലികവാദികൾ കൂടി ചേരുമ്പോൾ ഇത് വലിയ പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കുന്നത്. എന്നിട്ട് അമേരിക്കയെ നിരന്തരം ചീത്ത പറയുക, അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുക. കിട്ടുന്ന പണം എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇത് വളരെ കൃത്യമായിട്ട് ട്രംപിന് മനസ്സിലായി. ട്രംപ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞത്, ഇനി ഈ പണി നടക്കില്ല, അതങ്ങ് കയ്യിൽ വെച്ചേരെ, നിനക്കൊക്കെ വേണമെങ്കിൽ നിൻ്റെയൊക്കെ വഴിക്ക് പോയി നിൻ്റെയൊക്കെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചോ, പണം ഉണ്ടാക്കി. അമേരിക്കയിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നേരത്തെ മുതലേ ശക്തമായിട്ട്. തീർച്ചയായിട്ടും ട്രംപ് വളരെ കൃത്യമായിട്ട് ഇത് പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. എന്ന് വലിയ വിദഗ്ധന്മാര് ട്രംപിനോടൊപ്പം ഉണ്ടല്ലോ, ഇലോൺ മസ്കിനെ പോലുള്ളവരൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊടുക്കുകയാണ്. അതെ, അത് മാത്രമല്ല സാർ, ട്രംപ് മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്.
ഇത്തരക്കാരായ ഈ മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ ഇങ്ങനെ ഇവരുടെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന ഈ ഏജൻസികൾ പലതും വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്കറിയാമല്ലോ, ബംഗ്ലാദേശിൽ ഇന്ത്യയേക്കാൾ വളരെ മേളിലാണ്. പട്ടിണിയും പരിവട്ടമായിട്ട് നടക്കുന്ന ആ രാജ്യത്തെ ജനങ്ങൾ, അവിടെ നിരന്തരം കലാപങ്ങൾ നടക്കുന്നു, അവിടെ കുഴപ്പങ്ങൾ നടക്കുന്നു, ന്യൂനപക്ഷ വേട്ട വലിയ തോതിൽ നടക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയേക്കാൾ വളരെ മേളിലാണ് എന്നൊരു റിപ്പോർട്ട് വരുന്നു. ഇത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിനെ വിശ്വസിക്കുന്ന ആൾക്കാരെ മണ്ടന്മാരെന്നല്ലാതെ എന്താ പറയുക? അപ്പോൾ ട്രംപിൻ്റെ അടുത്ത് ഈ വേലയൊന്നും നടക്കില്ല. ട്രംപ് ഈ റിപ്പോർട്ടൊക്കെ ചുരുട്ടിക്കൂട്ടി മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നീ കൊണ്ട് നിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി, ഇത് ഇങ്ങോട്ട് എടുക്കണ്ട. എൻ്റെ കാശും വാങ്ങിച്ച് അമേരിക്കയുടെ നികുതി പണവും വാങ്ങിയിട്ട് അമേരിക്കയിൽ ക്ഷേമ കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട പണമാണ് നിനക്കൊക്കെ തരുന്നത്. അതും വാങ്ങി തിന്നുകൊണ്ട് ഞങ്ങളെ ചീത്ത പറയുന്നു, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഇനി ആ പണി വേണ്ട. ട്രംപ് വേറൊന്നും ചെയ്യാൻ പോയില്ല. ട്രംപ് അവിടെ കൊണ്ടുപോയി ബോംബിടാനോ മിസൈൽ അയക്കാനോ ഒന്നും പോയില്ല. ട്രംപ് വളരെ കൃത്യമായിട്ട് ഈ ഫണ്ട് അങ്ങ് കട്ട് ചെയ്തു, കഴിഞ്ഞു. ഇപ്പം എന്താ നിലവിളിയാണ്. 10,000-കണക്കിന് ഡോക്ടർമാരുടെ ജോലി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ലോകാരോഗ്യ സംഘടനയുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ഭാവി ഇത്തരത്തിൽ അമേരിക്കയെ ചീത്തയാക്കാനും മോശമാക്കാനും അമേരിക്കയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനുമാണ് ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ട് പോകുന്നതെങ്കിൽ ആ ഫണ്ട് ഇനി കൊടുക്കണ്ടെന്ന് അമേരിക്ക തീരുമാനിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ സാർ? അല്ല, ഇത് ലോകാരോഗ്യ സംഘടന നിലനിൽക്കണമെങ്കിൽ ലോകാരോഗ്യ സംഘടന അമേരിക്ക പറയുന്നത് കേൾക്കണം. അപ്പോൾ പിന്നെ അത് ഒരു വ്യവസ്ഥ അനുസരിച്ച് ഒരുപക്ഷെ ട്രംപ് മുമ്പോട്ട് കൊണ്ടുപോകുമായിരിക്കും. അതിനി ഭാവിയിൽ അറിയേണ്ട കാര്യമാണ്. ലോകാരോഗ്യ സംഘടന എങ്ങനെ പോകണമെന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അമേരിക്ക വയ്ക്കും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ അമേരിക്ക അവർക്ക് ഫണ്ട് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ സാറേ, അവർക്ക് വേറെ ആരാ ഫണ്ട് ചെയ്യുന്നത്? യൂറോപ്യൻ യൂണിയൻ കാര്യമായിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. റഷ്യ ഫണ്ട് ചെയ്യുന്നുണ്ടോ? അവർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഇന്ത്യ ലോകാരോഗ്യ സംഘടനയിലേക്ക് ഒരു ചെറിയ ഫണ്ട് കൊടുക്കും. അതുപോലെ എല്ലാ രാഷ്ട്രങ്ങളും, യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും ഒരു നിശ്ചിത തുക കൊടുക്കും. അത് മാത്രം പോരാ, ഈ ഭീമമായ ഫണ്ട് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ആ അമേരിക്ക പറയുകയാണ് ഞങ്ങളെ ഫണ്ടും വാങ്ങിയിട്ട് ഞങ്ങളെ ദ്രോഹിക്കാൻ അതാരെങ്കിലും സമ്മതിക്കുമോ സാറേ? ബുദ്ധിയും യുക്തിയുമുള്ള സാമാന്യ ബോധമുള്ള ആരെങ്കിലും അതിന് നിന്നു കൊടുക്കുമോ? ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് വളരെ കൃത്യമാണ്. ഈ മൂന്നാം ലോക രാജ്യങ്ങളിലെ ലെഫ്റ്റ് ലിബറൽസ് ആ രാജ്യങ്ങളുടെ എന്താ പറയണ്ടേ, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വയറ്റിലേക്ക് മണ്ണ് വാരിയിട്ടിരിക്കുകയാണ്. അവരുടെ വിശപ്പിന് ആഹാരം കൊടുക്കുന്നതിന് പകരം മണ്ണ് വാരി ഇടുന്നത് പോലത്തെ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഈ ആരോഗ്യ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ക്ഷേമം ഒക്കെ ഈ പറയുന്നത് പോലെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. പട്ടിണിയും പരിവട്ടവുമാണ് അവിടങ്ങളിൽ. പക്ഷേ ആരോഗ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ താറുമാറായി കിടക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നിലവിൽ മറ്റ് ലോകത്ത് ഇതുപോലെ പല പ്രതിസന്ധികൾ നേരിടുന്ന അവസരത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടലുണ്ട്. ഇപ്പം തന്നെ ഇസ്രായേൽ ഗാസ യുദ്ധ സമയത്തൊക്കെ ഇവരുടെയൊക്കെ ഇടപെടൽ ഇല്ലേ സാർ? നമുക്കറിയാമല്ലോ, പാലസ്തീനിലേക്ക് കൊടുത്ത ഫണ്ട്, ബൈഡൻ്റെ കാലത്ത് കൊടുത്ത ഫണ്ട് ഉപയോഗിച്ച് അവരെന്താ ചെയ്തത്? അവർ തുരങ്കങ്ങൾ നിർമ്മിച്ചു, അതിനകത്ത് സുരക്ഷിതമായിട്ടിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അവിടുന്ന് ഈ റോക്കറ്റ് ആക്രമണം ഇസ്രായേലിലേക്ക് നടത്താനാണ് അവർ ആ ഫണ്ടൊക്കെ ഉപയോഗിച്ചത്. ഇത് ട്രംപ് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ട്രംപിന് അതിനുള്ള സോഴ്സ് ഉണ്ട്. ട്രംപ് അത് കണ്ടെത്തിയ ഉടനെ ട്രംപ് പറഞ്ഞു ഈ പണി നടക്കത്തില്ല, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ മൂന്നാം ലോക രാജ്യങ്ങളുടെ കാര്യത്തിലും ഈ പറയുന്ന ദരിദ്ര രാഷ്ട്രങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഫണ്ട് വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് ഈ തിന്നപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയെ ചീത്ത വിളിക്കുക, അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുക. അതിനി വേണ്ട. എന്തായാലും ഒരു വലിയ സന്നിഗ്ധത, 10,000-കണക്കിന് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും, തൊഴിൽ നഷ്ടപ്പെടും. ട്രംപിനെ നമുക്ക് ചീത്ത പറയാൻ യാതൊരു അർഹതയുമില്ല, യാതൊരു യോഗ്യതയില്ല. കാരണം ട്രംപ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ കണക്കൊക്കെ എടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത്. ഈ പറയുന്നത് ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ മാത്രം 6,000 പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതൊരു ചെറിയ സംഖ്യയാണോ? അല്ല. അപ്പോൾ ഇന്ത്യയിലും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവും. കാരണം ഇന്ത്യക്കും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ചെറിയ തോതിൽ ഫണ്ട് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ബജറ്റിൽ അതിന് വലിയൊരു തുക നീക്കി വെക്കുന്നുണ്ട്. പക്ഷെ അത്രയും നീക്കി വെക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഈ മൂന്നാം ലോക രാജ്യങ്ങൾ പലരും. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ബജറ്റിൽ അതിന് പ്രത്യേക അലൊക്കേഷനുണ്ട്. അതുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിൽ 6,000 പേർക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. ചെറിയ കാര്യമല്ലത്. പാകിസ്ഥാനിലെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല.
അതുപോലെ തന്നെ ശ്രീലങ്കയിലെയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെയും യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും ഒന്നും റഷ്യയിലെ അതുപോലെ പിന്നെ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒന്നും കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരുമ്പോൾ അറിയാം എന്ത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയെ, ലോകത്തിൻ്റെ ആരോഗ്യം തകർക്കുന്ന ഒരു നടപടി കൂടിയാണ്. അല്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അത് ആര് വരുത്തി വെച്ചു? ട്രംപാണോ അതിന് ഉത്തരവാദി? അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഇത് ഭാവിയിൽ ഒരു പൊളിച്ചെഴുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അമേരിക്ക ഇക്കാര്യത്തിലൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെടും. ട്രംപ് അതിനെല്ലാം കൃത്യമായി ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ടുവരും എന്നുള്ള കാര്യം തീർച്ചയാണ്.